2026 ജൂൺ 19 ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച കേരളത്തിന്റെ പുതുക്കിയ ബജറ്റ് വികസനത്തിനും പുതിയ തൊഴിൽ മേഖലകൾക്കും വലിയ ഊന്നൽ നൽകുന്നു. പുതിയ നികുതി ഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ക്ഷേമ പദ്ധതികളും ലക്ഷ്യമിടുന്നതാണ് പുതിയ ബജറ്റ്. ആർ. ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. മലബാറിൽ പുതിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടി വകയിരുത്തി. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്താൻ പദ്ധതി. ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഗോൾഡൻ അവർ പ്രൊജക്ട്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കും. പുതിയ ബജറ്റിൽ 2 മെഡിക്കൽ കോളേജുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്തും ഹരിപ്പാടുമാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ വരാൻ പോകുന്നത്. വയനാടിന് സർവകലാശാല. വയനാട് ട്രൈബൽ സർവകലാശാല പ്രഖ്യാപിച്ചു. 50 കോടി വകയിരുത്തി. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പ്രഖ്യാപിച്ചു. ആശുപത്രികൾ മുതൽ ഗവേഷണം വരെ ലക്ഷ്യം. 100 കോടിയാണ് വകയിരുത്തിയത്. സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയും ഈ ബജറ്റിലെ പുതിയൊരു ആശയമായിരുന്നു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങൾക്കായി തിരുപ്പതി മോഡൽ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വൻകിട പദ്ധതി. കേരളത്തിലെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. തുറമുഖ മേഖലയ്ക്ക് വൻ പ്രഖ്യാപനം. മിഷൻ സമുദ്ര 400 കോടി വകയിരുത്തും. 10 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് നികുതി 5% നിന്നും 3%. 15 മുതൽ 20 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി 8% നിന്ന് 5% കുറച്ചു. 40 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് റോഡ് നികുതി 10% നിന്നും 15% ഉയർത്തി.